ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ ഏകൻ എന്ന് ഇവന് തിരിച്ചറിയുക. ഇവൻ ബോസ്ക്ക് പറയാത്തവൻ. ആമേൻ. അത് ബിലയാം എഴുതുന്നു. ഇവൻ സംഖ്യ 23:19 God is not the man to lie. பொய் பேச தேவன் மனுஷன் அல்லவே. பொய் பேச மனுஷன் தெய்வம் மனுஷன் அல்லவே. போஸ்க்கு പറയുവാൻ ഇവൻ ഒരു മനുഷ്യനല്ല, ഇവൻ ദൈവമാണ്. കള്ളമേ പറയാത്തവൻ. സത്യം. ഇവന്റെ പേര് സത്യം. രണ്ടാമത് ആവർത്തനം 9:27 ജോഷുവ 21:45 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ പറഞ്ഞ വാക്ക് മാറത്തില്ല. ആമേൻ. ബോസ്ക്ക് പറയാത്തവൻ 1. 2, ഇവൻ പറഞ്ഞ വാക്ക് മാറുകയേയില്ല. മനുഷ്യൻ പറയും, പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് പറയും, പറഞ്ഞായിരിക്കാം, അത് അപ്പ പറഞ്ഞ്, ഇപ്പോഴത്തേക്കല്ല അപ്പ പറഞ്ഞ് എന്ന് പറയും. ഈ ദൈവം ഒരിക്കലും ബോസ്ക്ക് പറയുകയില്ല, വാക്ക് മാറ്റത്തില്ല. നീ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ഇച്ഛപ്രകാരം പ്രാർത്ഥിച്ച് അവൻ്റെ പാദത്തിൽ നീ കെട്ടിപ്പിടിച്ചാൽ നിനക്ക് ഒന്നിനും നോ പറയത്തേയില്ല. ആമേൻ. ആമേൻ. 1 യോഹന്നാൻ 5:14 അവൻ്റെ ആഗ്രഹപ്രകാരം നീ എന്തെങ്കിലും യാചിച്ചിട്ട് അവൻ്റെ അടുക്കൽ വന്നാൽ, മകനെ മകളെ നിനക്കത് ഇല്ല എന്ന് ഒരു നാളും പറയുകയേ ഇല്ല. അതുകൊണ്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നേ, സഹോദരങ്ങളെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ദൈവം. ആമേൻ. 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 ബൈബിളിൽ പഴയ നിയമഭാഗത്ത് 1 സാമുവേൽ 14 അധ്യായത്തിൽ ഒരു സംഭവം. ഒറ്റ മനുഷ്യൻ, രാജ്യം ഭരിക്കുന്ന സൗൽ രാജാവിന്റെ പുത്രൻ ജോനഥാൻ, ഒറ്റ മനുഷ്യൻ. അവന്റെ കൂടെ നിഴൽ പോലെ ഒരു ആയുധവാഹനനുണ്ട്. ഈ ഒറ്റ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടത് ഒരു പട്ടാളത്തിന് നേരെ, അഗൈൻസ്റ്റ് എ പവർഫുൾ മിലിറ്ററി, അഗൈൻസ്റ്റ് എ പവർഫുൾ ആർമി. ഈ ഒറ്റ മനുഷ്യൻ രാജകുമാരൻ ഇറങ്ങി പുറപ്പെട്ടത്, എന്നെ ശ്രദ്ധിക്കണം, ഒരു പട്ടാളത്തിന് എതിരായി. വലിയ കപ്പൽ. യാക്കോബ് ലേഖനം 3:4 വലിയ കപ്പൽ. ആ വലിയ ഭീമമായ കപ്പലിനെ നിയന്ത്രിക്കുന്നത് കൊടുങ്കാറ്റ്. വലിയ കപ്പൽ ഭയങ്കര കൊടുങ്കാറ്റിൽ നിയന്ത്രിക്കപ്പെടുന്നു. അതിന് തിക്കിനെ മാറ്റി തിരിക്കുവാൻ ഒരു അമരക്കാരൻ്റെ ഒരു കൊച്ചു ചുക്കാൻ മതി. ആമേൻ. നീ ജാതിയിൽ ചെറിയ ആളോ, നിനക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ലയോ, പഠിത്തമൊന്നുമില്ലയോ, സ്വത്തില്ലയോ, വീടില്ലയോ, മക്കളില്ലയോ, കൂട്ടും ഒന്നും ഇല്ലയോ, ദൈവം ഉണ്ട്. അതുപോലെ കർത്താവ് നിനക്ക് ഉണ്ട്. വലിയ കൊടുങ്കാറ്റ്, വലിയ കപ്പൽ, വലിയ അമരക്കാരൻ. ആ കപ്പലിനെ തിക്ക് മാറ്റുവാൻ അമരക്കാരൻ്റെ ഒരു കൊച്ചു ചുക്കാൻ മതി. വലിയ പട്ടാളത്തെ ജയിക്കുവാൻ ഒരു കൊച്ചു രാജകുമാരൻ പുറപ്പെട്ടു കഴിഞ്ഞ്, ഒരു വലിയ പ്രാപ്തൻ. അവന്റെ മുമ്പിൽ ആയുധവാഹനനുണ്ട്, അവന്റെ തലയിൽ ശിരസ്ത്രമുണ്ട്, കോട്ടുണ്ട്, സർവ സജ്ജീകരണമുണ്ട്. ദാവീദിനേക്കാൾ 1.5 മടങ്ങ് പൊക്കമുണ്ട്. പക്ഷെ ദാവീദിന്റെ കയ്യിലുള്ള 5 കല്ലുകളല്ല, ഒറ്റ
ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അവന്റെ നെറ്റിക്ക് കൊണ്ടുകന്നല്ല, അവൻ ഒരു കൊച്ചു മിനസമുള്ള കല്ലെടുത്ത് അവന്റെ നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. ആമേൻ. നിനക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ബലവാന് ലജ്ജിക്കുവാൻ ബലഹീനന് തിരഞ്ഞെടുക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ പുൽപ്പിറ്റിൽ സുന്ദർ സിംഗ് നിൽക്കുന്നത്. ഇന്ന് നിന്ന് നാളെ ഇരിക്കുന്നതല്ല, 40 ആണ്ടുകളായി കർത്താവ് നിർത്തിയിരിക്കുന്നത്. ആമേൻ. ബലവാന് ലജ്ജിക്കുവാൻ ബലഹീനന് തിരഞ്ഞെടുക്കുന്ന ദൈവം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. തന്റെ കൂടെ വന്ന ആ ഇടവാഹകനോട് ശൗലിന്റെ മകൻ ജോനത്താൻ പറയും, മകനെ, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 1 സാമുവേൽ 14:6. നമ്മുടെ വലിയ ദൈവം ഈ കൊച്ചു മനുഷ്യന് വേണ്ടി, അവിടെ 1, 2, 3 വചനങ്ങൾ വായിക്കണം. 1 സാമുവേൽ 14, 1, 2, 3. പോകുന്ന കാര്യം, ദേശം ഭരിക്കുന്നത് ദേശത്തിന്റെ രാജാ സ്വന്തം അപ്പനെങ്കിലും രാജാവിനോട് ഇവൻ പറഞ്ഞില്ല ദാനം. ഇവൻ രാജകുമാരനാണ്, സഹായിക്കാൻ പട്ടാളം 600 പേരുണ്ട്, അവരോടും ഇവൻ പറഞ്ഞില്ല ദാനം. ഇവന് നന്മ കരുതി ചുറ്റും പൊതുജനമുണ്ട്. 1 സാമുവേൽ 14:1, 1 സാമുവേൽ 14:2, 1 സാമുവേൽ 14:3. അവരോടും ഇവൻ പറഞ്ഞില്ല ദാനം. ബലവാന് ലജ്ജിപ്പിക്കുവാൻ ബലഹീനന് തിരഞ്ഞെടുക്കുന്ന സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ കൊണ്ട് അവരോട് പറഞ്ഞിട്ട് ഇവൻ പുറപ്പെട്ട് പോയി നിന്നപ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭൂമി കുലുങ്ങി, ശത്രു പട്ടാളം വിറച്ചു. ഇത് വെറും പ്രസംഗത്തിനുള്ളതല്ല, നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അനീതി ആയുധമാക്കി ഉറക്കം കെടുത്തുന്ന അനേക ശത്രുക്കളിന് ചുറ്റുമുണ്ടോ? കോടതി ഏറി ഇറങ്ങിയിട്ട് നീതി ലഭിക്കാത്ത കേസുകൾ നിന്റെ മുമ്പിലുണ്ടോ? അപ്പോയിൻമെന്റ് ഓർഡറായി, ട്രാൻസ്ഫറായി, അത് എനിക്ക് വരേണ്ടത് തട്ടിക്കൊണ്ടുപോയോ? ഈ ദൈവം വിടത്തില്ല. മകളെ, നിന്നെ അനുഗ്രഹിച്ച് തന്നെ മകനെ വിടുകയുള്ളൂ. ജോനത്താന്റെ ദൈവം നമ്മുടെ ദൈവം, യോബിന്റെ ദൈവം നമ്മുടെ ദൈവം, ആബ്രഹാമിന്റെ ദൈവം എൻ്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം എൻ്റെ ദൈവം, ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം എൻ്റെ ദൈവം, പൗലോസിന്റെ ദൈവം എൻ്റെ ദൈവം, തിമോത്തിയുടെ ദൈവം എൻ്റെ ദൈവം. ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ ഈ ഭൂമിയിലുള്ള ഏവനേക്കാളും ഇവൻ വലിയവൻ. 1 യോഹന്നാൻ 4:4. ആമേൻ, ആമേൻ. ആശ്രയം എന്നാൽ എന്താണ്? ഒരു ധൃതി ആളുകൾക്ക്, ധൃതിയല്ല, സഹിഷ്ണുതയാണ് ആശ്രയം. ആമേൻ. പേഷ്യന്റ്. ബി പേഷ്യന്റ് ഇൻ സ്പിരിറ്റ്. ബി പേഷ്യന്റ്. അതാണ് ആശ്രയം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 9:10 ആ വചനം നന്നാ അറിഞ്ഞിരിക്കണമേ. ഈ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. അതാണ് ആശ്രയം. ഈ ദൈവത്തെ നീ അന്വേഷിച്ചു വന്നിട്ടുണ്ടോ? മറ്റതൊക്കെ വിടണം. ഇത്
ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം, കക്ഷത്തിലും പിടിച്ചോളും. ഇങ്ങനെ പിടിച്ചോളും. പരിപാടി ഇനി നടക്കത്തില്ല. നിനക്ക് ഉത്തരത്തിലുള്ളത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളത് താഴെ വീഴ്ത്തിയേ പറ്റത്തുള്ളൂ. നെളിയരുത്, ഇരുന്ന് വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. ഇനി ഇവിടെ എനിക്ക് പറ്റത്തില്ലേ എന്ന് ഉള്ളു പറയുന്ന അനേകരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ പറ്റത്തില്ല, അവിടെ പോയാൽ മതിയായിരുന്നു, ഇവിടെ ഇത് ഭയങ്കര ചൂടാണല്ലോ എന്ന് പറയുന്ന ഉള്ളിൽ ഉള്ള സർപ്പത്തെ ദൈവം എനിക്ക് തന്ന അധികാരത്തിൽ ഇപ്പോൾ എടുത്ത് 4 മുറിക്കുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം, ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം, ആളുകൾക്ക് സ്വാതന്ത്ര്യം, വിടുതൽ, വിടുതൽ. നിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. പുറപ്പെട്ടോളാം അബ്രഹാമോട് പറഞ്ഞു. അവൻ മാത്രമല്ല പുറപ്പെട്ടത്, രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടു. ഉൽപ്പത്തി 22:8 the Bible says Abraham walked with Isaac. രണ്ടുപേരും ഒരുമിച്ച് നടന്ന്, ഞാനും എൻ്റെ ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. ആബ്രഹാമേ, നീ ഒറ്റയ്ക്ക് ആണോ വരാമെന്ന് പറഞ്ഞത്? തമിഴ് ബൈബിൾ എന്നെ പഠിപ്പിച്ച്, അല്ല അല്ല, തിരുമ്പി വരുവേൻ എന്നല്ല, തിരുമ്പി വരുവോം. മനസ്സിലായോ? ഞാൻ മാത്രമല്ല വരുന്നത്, എൻ്റെ മകനും കൂടെ വരും. കാരണം ഈ ദൈവത്തെ ഞാൻ അന്വേഷിച്ചു ഇറങ്ങി, എന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അതാണ് ആശ്രയം. അന്വേഷിച്ചവന് ഉപേക്ഷിക്കാത്ത ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കത്തിയെടുത്തു ഓങ്ങിയപ്പോൾ അവൻ്റെ പുറകിൽ ഒരു ആട്ടുകുട്ടൻ നിൽക്കുന്നത് അവൻ കണ്ട്. ആമേൻ. നീ ഇവൻ അന്വേഷിച്ച് പുറപ്പെട്ടുവോ? അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഒരു രോഗത്തിന് സൗഖ്യമുണ്ട്, ഒരു ബന്ധനത്തിന് വിടുതലുണ്ട്, ഒരു താഴ്ചയ്ക്ക് ഉയർച്ച ഉണ്ട്. നിന്നെ കൈവിടുകയേയില്ല. അവൻ വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ ഇവനെ തന്നെ സേവിക്കും. ആമേൻ. അവിടെയാണ് അത്ഭുതം. ദാനിയേൽ പ്രവചനം 3:16 നിങ്ങൾ ആർ വിടുവിക്കും കാണട്ടെ, ഞങ്ങൾ സേവിക്കുന്നവൻ, ഞങ്ങൾ ആരാധിക്കുന്നവൻ യേശു ഞങ്ങളെ വിടുവിക്കും. അവൻ വിടുവിച്ചില്ല എങ്കിലും ഇവൻ മതി. ദാനിയേൽ 3:16. അപ്പോഴാണ് ആ ഫർണസ് 7 വട്ടം ചൂട് പിടിപ്പിക്കപ്പെട്ട് ഭക്തന്മാർ 3 പേരെയും തീയിലിട്ട ആളുകൾ ഭസ്മമായി. ദാനിയേൽ പ്രവചനം 3:27 ആ 3 പേരും 7 വട്ടം ചൂട് കയറ്റപ്പെട്ട് ഫർണസിൽ അവർ കരിഞ്ഞില്ല. സമ്മതിച്ചു. മറ്റവർ കരിഞ്ഞു, കൊണ്ടിട്ട പട്ടാളം കരിഞ്ഞ്. ഈ 3 പേരും കരിഞ്ഞില്ല. സമ്മതിച്ച്. രണ്ടാമത് കാൽ ചട്ട, അവരുടെ ഉടുപ്പ് തീയിൽ കേടുപാടേ പറ്റിയില്ല. പട്ടാളത്തിൻ്റെ ഉടുപ്പ് ഭസ്മമായി. ഇവിടെ ഉടുപ്പ് കേടുപാട് പറ്റിയില്ല. സമ്മതിച്ച്. അതിലല്ല കാര്യം. മൂന്നാമതൊരു കാര്യം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തീയുടെ മണം പോലും ഇവര് തട്ടിയില്ല. കൈകളെ തട്ടണം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന നല്ല ദൈവം ക്രിസ്തു യേശു. സങ്കീർത്തനം
33:12 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും മതി യഹോവ ദൈവമായിരിക്കുന്ന ജാതി ജനം ഭാഗ്യമുള്ളത്. ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി ദൈവമായി ഉള്ള ജനം ഭാഗ്യമുള്ളത്. കാരണം ഇവന് നീ അല്ല തിരഞ്ഞെടുത്തത്, അവനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. മനസ്സിലായോ? നീ അവിടെ തേടിപ്പോയതല്ല. എവിടെ ഉണ്ട് പൂജാരി? എവിടെ ഉണ്ട് മന്ത്രവാദി? എവിടെ ഉണ്ട് മായാജാലം? എവിടെ ഉണ്ട് ഓണം? നീ ഇവനെ തേടി പോയതല്ല, അവൻ നിന്നെ തേടി വന്നതാണ്. യോഹന്നാൻ 15:16 കർത്താവ് സ്പഷ്ടമാക്കുന്നു, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, മക്കളെ ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിന്? ഒന്ന്, നാം ദൈവത്തിൻ്റെ അവകാശിയാകുവാൻ. ആമേൻ. സങ്കീർത്തനം 33:12 നാം ദൈവത്തിൻ്റെ അവകാശിയാകുവാൻ. 2 ആവർത്തനം 7:6 നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുവാൻ. മൂന്നാമത് സങ്കീർത്തനം 65:4 ദൈവം നമ്മെ തന്നോട് അടുപ്പിക്കുവാൻ. മനസ്സിലായോ? ആമേൻ. അവൻ്റെ അവകാശമാകുവാൻ, അവൻ്റെ സ്വന്തമാകുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ. സങ്കീർത്തനം 65:4 നാലാമത് ഭയങ്കരം, ആലയത്തിലെ പുഷ്ടി നീ രുചിപ്പാൻ. സങ്കീർത്തനം 36:8 ആലയത്തിലെ പുഷ്ടി കൊണ്ട് തൃപ്തി. To satisfy you with the fatness of temple, with the fatness of congregation. ആലയത്തിലെ പുഷ്ടി കൊണ്ട് നിനക്ക് തൃപ്തി നൽകുവാൻ. ആലയത്തിലെ പുഷ്ടി. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.